അലൻ ജോസ് പെരേര. അലൻ ജോസ് പെരേര ഹിറ്റ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഡാൻസിനകത്ത്. അലൻ ജോസ് പെരേര നമസ്കാരം. അപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെയാണല്ലോ ആൾക്കാർ പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? സൂപ്പർ സ്റ്റാർ ആരാണ് പറയുന്നത്? ജനങ്ങളാണ് പറയുന്നത്. ജനങ്ങൾ എന്തിന് സൂപ്പർ സ്റ്റാർ എന്നാ പറയുന്നത്? റിവ്യൂല് സൂപ്പർ സ്റ്റാർ. റിവ്യൂല് സൂപ്പർ സ്റ്റാർ ഇപ്പൊ താങ്കളെക്കാട്ടി കൂടുതലായിട്ട് വന്നത് ആറാട്ടണ്ണനാണ്. അപ്പൊ ആറാട്ടണ്ണനെ കുറിച്ച് അഭിപ്രായം? ആറാട്ടണ്ണൻ കുറച്ച് പ്രായമുള്ള ആളാണ്. പ്രായം എന്ന് ഉദ്ദേശിച്ച പ്രായം ചില പെൺകുട്ടികൾക്ക് പുള്ളിനെക്കാളും നമുക്ക് ജടിപ്പിക്കുന്നുണ്ട്, മനസ്സിലായോ? ചില പുള്ളിയുടെ ടോക്സ് നമ്മള് കുറച്ച് ചെറുപ്പമാകുമ്പോ കുറെ അല്ല ചെറുപ്പക്കാര് നമുക്കുണ്ട് കുറച്ച് പേര്. ആറാട്ടണ്ണന്റെ ആ ഒരു ബേസ് ഇപ്പൊ കുറവാണ് കുറച്ച് ടോക്സ് വരുമ്പോ. പെൺകുട്ടികൾ കൂടുതൽ ആറാട്ടണ്ണന്റെ കല്യാണം ചോദിച്ചപ്പോ ഇന്നാളൊക്കെ അതിന്റെ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അലൻ ജോസ് പെരേര ഈ കല്യാണമായ അതിനെ കുറിച്ച് പെണ്ണുങ്ങളുടെയൊക്കെ എന്താ അഭിപ്രായം? എന്താ? അത് ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ടോ? ഓൺലൈൻ പ്രപ്പോസൽ ഉറച്ചിട്ടുണ്ടോ? ഉറച്ചിട്ടില്ല, ചോദിച്ചിങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. സെറ്റായി വരാൻ പമ്പ് അങ്ങനെ സെറ്റായി വരുന്ന ഉദ്ദേശം എങ്ങനെയാണ്? പ്രണയമാണോ അതോ ആലോചന? ലൈനായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളും. ഒരു കല്യാണത്തിലേക്ക് നേരിട്ട് കാണുന്നില്ല, കണ്ടിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അടുത്ത മാസം കല്യാണം ഉണ്ടെന്ന് പറഞ്ഞത് ചുമ്മാ റൂമറായിരിക്കും. ചുമ്മാ അല്ല, ജൂലൈയിലുള്ളിൽ ഉണ്ടാവും എന്തായാലും. അപ്പൊ ആറാട്ടണ്ണ അലൻ ജോസ് ഭയങ്കര വിഷയങ്ങൾ ഉണ്ടല്ലേ അതോ ഇല്ലേ? വിഷയങ്ങൾ സംഭവിക്കുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഈ ഇടയ്ക്ക് ഒരു വിവാദം ഉണ്ടായല്ലോ. ഒരു കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് പോയി അവിടുന്ന് ഇറക്കി വിട്ടെന്നോ അതോ എനിക്ക് എൻട്രി ടിക്കറ്റ് കിട്ടില്ലെന്നുള്ളൊരു സംഭവം അത്. അപ്പം പിന്നെ വീഡിയോയ്ക്കകത്ത് അങ്ങനെ കമന്റ് വന്നേക്കുന്നത് വിളിക്കാത്ത കല്യാണത്തിന് അലൻ ജോസ് പെരേര വിളിക്കാത്ത കല്യാണത്തിന് പോയി, അതുകൊണ്ട് ഇറക്കി വിട്ടെന്ന്. അതിന്റെ അത്യാവസ്ഥ എന്താ അറിയാൻ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. കല്യാണത്തിന് കൊണ്ട് ഇറക്കി വിട്ടിട്ടില്ല, വിളിച്ചും വിളിക്കാതെയൊക്കെ പോയിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടില്ല. വിളിക്കാതെ പോയിട്ടുണ്ട്. അപ്പം വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോകും. സാധാരണക്കാരുടെ ഞാൻ പോകാറില്ല, വിളിക്കാതെ. സെലിബ്രിറ്റി വിളിക്കാറുണ്ട് കല്യാണങ്ങൾ? സെലിബ്രിറ്റി എന്ന് പറയുമ്പോ മീഡിയ പോകുമ്പോ ഞാനിപ്പോ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവര് പോകുന്ന എവിടെയാണോ നമ്മൾ അവിടെ പോകും. അങ്ങനെ പോകുന്നു, അല്ലാണ്ട് വിളിക്കാണ്ട് പോകുന്നത് വിഷയങ്ങളിൽ പോയിരുന്നു വിളിക്കാണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ കമന്റുകൾ വായിച്ചു. എടാ നീ പിന്നെ പറഞ്ഞു, എടാ നീ ആ വലത്തേക്കാലിന് റെസ്റ്റ് കൊടുത്തിട്ട് ഇടംകാലം കൊണ്ടുള്ള ഡാൻസ് അത് ഈ ഓരോരുത്തർ അതിനകത്ത് പറയുന്നുണ്ട്. വെയ്യാത്തതുകൊണ്ട് ഒരു കാലിന് വികലാംഗനായോണ്ട് ഒരു കാലം കൊണ്ട് ഡാൻസ് കളിക്കുന്ന കമന്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇടംകാലം കൊണ്ടുള്ള വൈറ്റിന്റെ എന്താ മറ്റേ കാലിന് റെസ്റ്റ്, ഈ കാല് റെസ്റ്റ് കൊടുത്തിട്ട് മറ്റേ കാലം കൊണ്ട് ഡാൻസ് കളിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ കമന്റ് ഇടുന്നവരുടെ അഭിപ്രായം? കാലം കൊണ്ടല്ല കളിക്കുന്നത്. കാലം കൊണ്ടാണ് കളിക്കുന്നത്. കാലുള്ളത് കൊണ്ടാണ് കളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാലിനും അത് ഒരു ഒരു കാലം മാത്രം. രണ്ടു കാലുള്ളവരും ഇങ്ങനത്തെ സംഭവം ചെയ്യാത്തോണ്ടല്ലേ അവരിങ്ങനെ കമന്റ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവര് കമന്റ് ചെയ്യുന്നുണ്ടാവും ഈ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ. അത് ധൈര്യമാണ്, അത് ധൈര്യമാണ്. അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം ഞാൻ കമന്റ് ഇടുന്നവരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു കാലിന് റെസ്റ്റ് കൊടുക്കടാ മറ്റേ കാലോട് ആ കമന്റ് ഒക്കെ വായിക്കാറുണ്ട്. എന്താ പറയാ, ഒരു പണിക്ക് പോകാതിരിക്കുന്ന ആൾക്കാർക്ക് കമന്റ് ഇടുന്നത്. പണിക്ക് പോകുന്നവര് കമന്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഓഫീസ് ജോബ് ഒക്കെ ഉള്ളവര് കമന്റ് അടിക്കില്ല. ഓഫീസ് ജോബ് ഉള്ളവരൊക്കെ ഇത് കാണുന്ന ഇതൊക്കെ കാണുന്ന ആൾക്കാർ പണിയില്ലാത്തവരാണ് അതോ? ചിലവര് പണിക്ക് പോവാത്ത ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ജീവിക്കണ്ടേ അവര് തെറി വിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പണി കാണുമല്ലോ. ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണല്ലോ കമന്റ് വായിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാ കമന്റും വായിക്കാറുണ്ട്. എഡ്യൂക്കേഷൻ ഒക്കെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇപ്പൊ റിസൾട്ട് കൊണ്ട് വെയിറ്റ് ചെയ്യണം, കഴിഞ്ഞിരിക്കുന്നത്. റിസൾട്ട് എപ്പോ എക്സാം? അത് 1 ഇയർ ഡിഗ്രി ആണ്. 1 ഇയർ ഡിഗ്രി? അങ്ങനെ ഡിഗ്രി ഉണ്ടോ? അതിലേക്ക് കൂടുതലും വരുന്നില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു തെറിവിളി വിഷയം ഉണ്ടായല്ലോ. എന്നാ തെറിയാണോ അത്? എന്ത് അത്? ഇത് ഭയങ്കരമായിട്ട് ഭയങ്കര ആൾക്കാർ കണ്ടത്. പല തെറികളും പറഞ്ഞത് എന്നാ തെറിവിളി. കമന്റ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. അതെന്തോ വിഷയം? മറ്റേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് അല്ല അത്. അല്ല, അങ്ങനത്തെ തെറി വിളിക്കേണ്ട സാഹചര്യം വന്നതും തെറി വിളിച്ചത് നമ്മൾ സ്വാഭാവികമായിട്ട് വിളിച്ചു പോയപ്പോ ആൾക്കാർ ഷൂട്ട് ചെയ്താ ഓട്ടോമാറ്റിക്കലി റീച്ച് ചെയ്ത്. അപ്പം ഈ സാധാരണ ഈ മീഡിയക്കാരെ സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്യാണ്ട് തന്നെ അവര് ഓടി വന്നു തെറി വിളി സമയത്ത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫാദറുമായിട്ടൊരു ഷോർട്ട് ഫിലിം ഇറക്കി നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് തലതെറിച്ച്. ഈ ഷോർട്ട് ഫിലിം അതാ ഫോട്ടോ വെച്ച് മൊത്തം കടന്ന് ഓടുന്നുണ്ട്. അപ്പൊ എല്ലാരും കണ്ടതാണ്. അപ്പൊ ഈ ഓടുന്നതിന് കമന്റുകൾ വായിച്ചിട്ടുണ്ടോ? വായിക്കാറുണ്ടല്ലേ? ആ കമന്റിനകത്ത് എനിക്ക് മാത്രമല്ല തെറിവിളി കിട്ടിയ, നിങ്ങളുടെ ഡാഡിക്ക് കിട്ടി, ഡാഡിക്കും കിട്ടി. അത് പ്രതീക്ഷിച്ചാണല്ലോ ചെയ്യുന്നത്. അത് പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്തത്? പ്രതീക്ഷിച്ച ഇങ്ങനെ തെറിവിളി വരുമെങ്കിലും ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് വെച്ചിട്ട് തെറി വിളിച്ചാലും വേണ്ടിയില്ല, കാരണം എന്ത് ചെയ്താലും വേണ്ടിയില്ല. ഡാഡിയും സിനിമയിലെ നായകനാണോന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്.
ഞാൻ പിന്നെ ആദ്യം അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു നായക പദവി ഞാൻ നോക്കാറില്ല. ഇപ്പൊ കിട്ടുന്ന വേഷമാണ് ചെയ്യും സിനിമയിൽ. ഇപ്പൊ അടുത്ത പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന വേഷം ഏതാണ്? സിനിമയുടെ പേര് പറയാനുള്ള സിനിമയുണ്ട്, 4-5 ഉണ്ട്, പേര് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. ഈ എന്റെ സുഹൃത്തുക്കളൊക്കെ വനിതാ വിനിത തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് അവിടെ കുറെ ശരിയല്ല, അവിടെ കുറെ അലമ്പ് ടീംസുകളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഓരോരുത്തർ പറയുന്നതാണ്. ഞാനിപ്പോ അലമ്പ് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒതുങ്ങി. അപ്പൊ ആദ്യം അലമ്പ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഇപ്പൊ ഒതുങ്ങി. ഇപ്പൊ നമുക്ക് വനിതാ വിനീതയിൽ ഇപ്പൊ വന്ന് മാനേജറൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കാലൊക്കെ തല്ലി ഓടിക്കുന്നു പറഞ്ഞായിരുന്നല്ലോ പണ്ട് പറഞ്ഞു. ഇപ്പൊ വലിയ മാനേജറായിട്ട് വലിയ കുഴപ്പമില്ല. മാനേജർ നിങ്ങൾ മാറ്റി തന്നോ അതോ മാനേജർ ഇപ്പോഴും ഉണ്ടോ? മാനേജർ അവിടെ തന്നെ ഉണ്ട്, പുള്ളി മൈൻഡ് ചെയ്യണില്ല ഇപ്പൊ. തഴഞ്ഞു വിട്ട് എന്തോ ആട്ടെ എന്നല്ല, നമ്മളിപ്പോ അവിടെ കോപ്രയൊന്നും കാണിക്കുന്നില്ല. കോപ്രയത് പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവരെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരെ കുറിച്ച് അഭിപ്രായം ഇപ്പൊ കുറെ പിന്നെ കങ്കുവണ്ണനും കുറെ ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ കുറിച്ച് അഭിപ്രായം എന്തോ? നിങ്ങളെയൊക്കെ കടത്തി വിട്ടു അത് മോശമല്ലേ കാണിക്കുന്നത്? മോശമാണ്. അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് മോശമാണ്, അവര് മോശമാണ് കാണിക്കുന്നത്. മോശമാണെന്നല്ല, അവർ ചെയ്യുന്ന രീതികൾ ആൾക്കാർ കാണുന്നത് മോശമായിട്ടാ. പക്ഷെ അവരും ചിലര് ഇപ്പൊ കങ്കുവണ്ണനാണെങ്കിലും മറ്റേ എന്താ പറയാ, ഇന്നാളെ ഇറങ്ങിയ പടം ഉണ്ടല്ലോ നമ്മുടെ ഈ പടം, നമ്മുടെ അല്ലുഅർജുന്റെ പടം ഉണ്ടല്ലോ പുഷ്പയിലും ഒരാളാ വന്നത്, രണ്ടിലും. അപ്പൊ ആ പുള്ളി സിനിമയിൽ എങ്ങനെയും കയറണമെന്നൊരു ആഗ്രഹമുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ പുള്ളി കളിക്കുന്നത് ശരിക്കും കോപ്പറേറ്റല്ല, ഒരു ഫാൻസി ഡ്രസ് പോലെ തോന്നുന്നുണ്ട്. മറ്റുള്ള കുറച്ച് അണ്ണന്മാരുണ്ട്, ഗിംബോയ്, മനോജ്. നിങ്ങള് വലങ്കയല്ലേ? ഭയങ്കര സുഹൃത്ത് ബന്ധമല്ലേ നിങ്ങളുടെ? ആര് പറയാം? ഞാൻ കമന്റിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് നിങ്ങളുടെ വിവാദ ഒരു AI വെച്ചിട്ട് ഒരു ലിപ് ലോക്ക് ഉണ്ടായി. അത് എല്ലാവർക്കും AI ആണെന്നറിയാം. എങ്കിലും അതിന്റെ കുറച്ച് സീനുകൾ നിങ്ങൾ വേറെ ഷോർട്ട് ഫിലിം അഭിനയിച്ചാണോ? അതായത് ആ ലിപ് ലോക്ക് സീൻ നമുക്ക് അത്രയും നിങ്ങൾ എടുത്തതാണ്, ഐ മീൻസ് AI ആണ്. ബാക്കി സീൻ നിങ്ങൾ തമ്മിൽ അഭിനയിച്ചിട്ടുള്ളത്? നമ്മൾ ഈ അത്യാവശ്യം പെണ്ണുങ്ങളായിട്ട് പോലും നല്ല രീതിയിൽ കിസ്സിങ് വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്യാമറക്ക് പുറകില്. പിന്നെ തീർച്ചയായിട്ടും. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ കിസ് ചെയ്യാറുണ്ടോ? ക്യാമറയ്ക്ക് മുന്നിൽ അലിയന്റെ മണ്ണിലുണ്ടായിരുന്നു, ക്യാമറയ്ക്ക് പുറകിലും കിസ് ചെയ്യാറുണ്ട്. പേര് പറയണ്ട, പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോ അങ്ങനെ പറയണ്ട, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കിലങ്ങ് ഒതുക്കുന്ന ബെറ്റർ. അപ്പം ഇങ്ങനെയൊക്കെ കിസ് ചെയ്യുമ്പം ആർക്ക് ഈ ഇടയ്ക്ക് ഒരു ഭയങ്കര വിവാദം വന്നു. നിങ്ങൾ ഈ അറസ്റ്റ് വാറന്റ് നിങ്ങൾ എന്തോ പീഡന കേസിലൊക്കെ ഇഷ്യൂ ആയിരുന്നല്ലോ. അത് നിങ്ങളോട്ട് ബന്ധമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, അതല്ല? അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളോട് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കരയുന്നുണ്ട്, ഞാനോട്ടൊരു ബന്ധമില്ല. അത് വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമില്ലായിരുന്നു? അത് നമ്മള് സോഷ്യൽ മീഡിയ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഹേമ കമ്മിറ്റി വിഷയമൊക്കെ അതിന് മുമ്പൊക്കെ വന്നുപോയതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വിഷയം ശരിക്കും പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തതാ. ഈ ട്രാൻസ്വുമൺ നമുക്കെതിരെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഈ ട്രാൻസ്വുമണിന് ചാൻസ് കൊടുക്കാവുന്ന രീതിയിലൊക്കെ പറഞ്ഞത്, പക്ഷെ കിട്ടിയില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ചാൻസ് കിട്ടിയില്ലെന്നാണോ നമ്മുടെ കൂട്ടുകാരുടെ രീതി? ചാൻസ് കിട്ടിയില്ലെന്നാണോ അതോ ചാൻസ് കൊടുത്തില്ലെന്നാ പറയണം. അതിപ്പോ അങ്ങനെ ടൈം ആയതുകൊണ്ട് കാരണം അതിനെപ്പറ്റി പറയാനുള്ളത്, ഇപ്പോ കാണാൻ ഭംഗിയുള്ളവർക്കല്ലേ ചാൻസ് കൊടുത്ത കാര്യമുള്ളൂ. അല്ല, അതിനെ ഈ ബോഡി ഷേം ചെയ്യണല്ല. ഇപ്പൊ കാണാൻ ഭംഗിയുള്ളവർക്ക് കൂടി ചാൻസ് ഇല്ലാത്തതാണ് ലോകമാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണെങ്കിലും വേറെ ഏതെങ്കിലും ജോലി ജീവിക്കാൻ പോലെ ഇതിന്റെ പുറകെ നടക്കൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പുറം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കെതിരെ പീഡന പരാതി കൊടുത്ത ശേഷം എന്ത് കിട്ടി അവർക്ക്? ഒന്നും കിട്ടിയിട്ടില്ല. ഉള്ളതൊരു പേല നിങ്ങൾ അതിനകത്ത് നിരപരാധി എന്ന് എല്ലാവർക്കും അറിയാം. പൈസ കൊടുത്തിട്ടുണ്ടാവും ഈ പെണ്ണി. ആർക്കാ? ഈ ട്രാൻസ്ഫോം അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ടുള്ള കേസാണെന്ന് പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള മെയിൻ സ്ട്രീം ചാനലുകാരെ നമ്മള് പേഴ്സണലി ഓരോരോ ഇന്റർവ്യൂവിനായിട്ടൊക്കെ വിളിക്കുമ്പോ അവര് നമ്മളെ അടുക്കൂല. പക്ഷെ ഇങ്ങനെ ഈ വാർത്ത എല്ലാ ന്യൂസ് ചാനലിലും സ്പ്രെഡ് ആയി. ആ ടൈമിന് ട്രെൻഡിങ് ഉള്ളതാണ്. ആ ടൈമിന് ഹേമ കമ്മിറ്റി വിഷയങ്ങൾ ട്രെൻഡിങ്ങുമായിട്ട് വലിയ 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 താരങ്ങളുടെ പേര് വന്നപ്പം അത് മറവിനായിട്ട് നിങ്ങളുടെ പേര് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് വന്നേക്കും, മേ ബി അതായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് ഞാൻ അത് വിഷയം ചോദിച്ചതാണ്. അപ്പൊ ഇനി അടുത്ത പുതിയ സിനിമ ഏതാ ഈ ഇറങ്ങാൻ പോകുന്ന തിയേറ്ററിനകത്ത്? ഈ തിയേറ്ററിലൊക്കെ ടിക്കറ്റ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ അതോ? തിയേറ്ററിൽ ഭൂരിഭാഗം സിനിമയും ടിക്കറ്റ് എടുക്കുന്നതാണ്. പിന്നെ ചില ലോക്കൽ സിനിമകൾക്ക് നമുക്ക് തരും ടിക്കറ്റ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു 5 കോടിക്ക് ഇടയിലുള്ള പൈസ മുടക്കി ചെയ്യുന്ന സിനിമകളാണ്. ലോക്കൽ പടം എന്ന് പറയാൻ പറ്റുമോ? അതല്ല, ഒരു ചെറിയ പടങ്ങൾ, ലോ ബഡ്ജറ്റ് എന്നാ പറയണത് ശരിക്കും. സാധാരണക്കാരോട് ഒരു 1 കോടി രൂപ എടുക്കാനുണ്ടാവില്ല. പക്ഷെ സിനിമാ ലോകത്തൊരു 5 കോടി 10 കോടി എന്നൊക്കെ പറയുന്നത് ലോ ബഡ്ജറ്റാണ്. അത് ഒരു 15 കോടി 30 കോടിയൊക്കെ പറയുമ്പോഴാണ് ഹൈ ബഡ്ജറ്റ് ഒക്കെ വരുന്നത്. മലയാള ഇൻഡസ്ട്രിയിലെ ഈ കേരളത്തിലുള്ള എല്ലാരും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു 100 കോടി രൂപ വരത്തില്ല ഇന്നത്തെ പടങ്ങള്.
അതല്ല, ഏത് പടം എടുത്തെന്ന് പറഞ്ഞാലും ബഡ്ജറ്റ് 100 കോടി രൂപ നമുക്ക് കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇരുന്ന് കണ്ടാൽ പോലും അത്രയും വരൂല. വരില്ല. ആ അപ്പൊ പിന്നെ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുവാന്നുണ്ടെങ്കിൽ നമുക്കത് ലക്ഷറിയാണ്, ആ അല്ലേ? അതെ അതെ. അപ്പൊ അതിനകത്ത് ഇപ്പം പുതിയ നിങ്ങൾ ഹീറോ ആയിട്ടൊരു 3 കോടി രൂപയുടെ പടം വരുമെന്ന് പറയുന്നു. അത് എന്താണ് സത്യാവസ്ഥ? ഇപ്പൊന്നും അങ്ങനെ വലിയായിട്ട് ചർച്ച വന്നിട്ടില്ല. എന്നാലും ആറാട്ടിനെ തന്നെ വെച്ച് 2-3 പടങ്ങള് സംഭവങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറയാനുണ്ട്. വീടും പറമ്പൊക്കെ വിൽക്കാൻ പോയിട്ട് പടം എടുക്കുന്നുള്ള വിവാദം ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, അത് ഞാനോ? സത്യമാണ്? ആ, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മളെ വെച്ച് ചെയ്യുന്ന 1-2 ചെറിയ ചെറിയ ഷോർട്ട് മൂവികളും പിന്നെ ഒരു 2-3 ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പൊ ഈ 16 മുതൽ ഷൂട്ടാണ്. അപ്പൊ 16 മുതൽ നമ്മളെ വെച്ച് ഹീറോ ആയിട്ടല്ല, ക്യാരക്ടർ റോൾ അല്ല, ആ പടത്തിനകത്ത് ഹീറോ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ലോ ഉണ്ട്. ഹീറോ റോൾസ് മറ്റേ നമ്മളിപ്പോ ഡോക്യുമെന്ററി പോലത്തെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം. നമ്മളങ്ങോട്ട് ഇപ്പൊ ഫണ്ടറൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത 5 നാളെ ഒരു സമയത്ത് നമുക്ക് പ്രൊഡ്യൂസറായിട്ട് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ലെവലിൽ വേണമെങ്കിൽ ഒരു പടം ചെയ്യാൻ. സന്തോഷ് പണ്ഡിറ്റ് ലെവലില് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്കും പടം ചെയ്യാം. 5 ലക്ഷം രൂപ നിങ്ങളെ സംബന്ധിച്ച് സിമ്പിൾ ആണോ? വരുമാനം എത്ര ഉണ്ട്? സിമ്പിളാണെന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ട് ജോലിയില്ല. പക്ഷെ 5 ലക്ഷം കിട്ടാൻ വേണ്ടിയുള്ള വയ്യെന്ന് വെച്ചാൽ നമുക്ക് ഓഹരി കിട്ടും. ഓഹരി, കുടുംബപരമായിട്ട് ഓഹരി എന്താ പറയാ, ഷെയർ എന്ന് പറയും. ഷെയർ അറിയാം. ഇപ്പൊ ഇത്രയും നാളൊരു 5 കോടി രൂപ കിട്ടുമോ? 5 കോടി രൂപ കിട്ടുമോ? ഒരു 1.5 കോടി. 1.5 കോടി. അത് കിട്ടിയാൽ എന്താ ചെയ്യാൻ പോകുന്നത്? അത് കിട്ടിയ ഒരു 10-20 ലക്ഷം മുടക്കി ഒരു സിനിമ പഠിക്കണമെന്നുണ്ട്. 1.5 മണിക്കൂറിന്റെ സിനിമ. 1.5 മണിക്കൂറിന്റെ 10 കോടി രൂപ മുടക്കി 10-20 ലക്ഷം രൂപ കൊടുത്ത് പടം എടുക്കാൻ സ്വന്തം നമ്മൾ തന്നെ മെയിൻ വേഷം ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സിനിമകളിലൊക്കെ തന്നെ ആയിരിക്കും. ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടൊക്കെ രീതിയിൽ ഒരു. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് എങ്ങനെ സ്ത്രീധനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കല്യാണത്തിന് പെൺകുട്ടി മറ്റേ ഓൾറെഡി എന്തിനൊക്കെ സ്വർണ്ണം ഇടുമല്ലോ, അതൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതൊക്കെ മൊത്തം വിൽക്കും? അങ്ങനെയല്ല, അത് പെൺകുട്ടി ഇടൂല്ല. അത്ര നമുക്ക് ഭാവിയിൽ തന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു മോഹിക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്കായിട്ട് അല്ല, ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ നിങ്ങൾക്കൊരു ഇപ്പം 6 പറയുന്ന കേട്ട് നിങ്ങൾക്കൊരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കേട്ടായിരുന്നു. അതേപോലെ 6 പറഞ്ഞായിരുന്നു, അട്ടനൊക്കെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞായിരുന്നു. അത് സത്യമാണ്? പ്രണയം ഒരുപാട് പ്രണയമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പ്രണയദേവൻ ഒരു 10-25 പേരെ ഞാൻ അങ്ങോട്ട് പ്രേമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതില് 4 പേരെയൊക്കെ പ്രണയിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവമാണല്ല. ഇഷ്ടംപോലെ പ്രണയം ഉണ്ടെന്നാലും പ്രണയത്തിന്റെ കൂമ്പാരവാ പ്രണയനായകൻ. പ്രണയനായകൻ എന്ന് പറയാം. ആരെങ്കിലും സെലക്ട് ചെയ്യണം നമുക്ക്. അത് 4 പേരും പ്രണയിക്കുന്ന 4 പേരോട്ട് പ്രണയം ഉണ്ടെന്ന് അവർക്ക് അറിയുന്നുണ്ടോ? അവർക്കറിയാം. മറ്റേ നമുക്ക് അടുത്ത് കാണുമ്പോൾ നമുക്ക് പരിചയപ്പെടാന്നൊക്കെ പറയുന്നുണ്ട്. പരിചയപ്പെട്ടിട്ടില്ലേ ബാക്കിയുള്ള പരിചയം നേരിട്ട് കണ്ട് പ്രണയം തുറന്നു പറഞ്ഞ എത്ര പേരുണ്ട്? അങ്ങനെ ആരും വന്നിട്ടില്ല. ഫോൺ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ, അല്ല നേരിട്ടൊക്കെ പ്രണയമുണ്ട്. നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. പിന്നെ തിയേറ്ററിൽ സിനിമ കാണാനൊക്കെ പോകുന്നു പറയുന്നത് അതുള്ളതാണ്? അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്നാലും അതൊരു പ്രത്യേക ഒരു പെട്ടെന്ന് ഡൗൺ ആയത് എന്താ പറ്റി? പ്രണയം പറഞ്ഞപ്പോ ആരാണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നമ്മളെക്കാളെ അയച്ചായിട്ടൊരു വ്യക്തി പറഞ്ഞപ്പോ നമ്മള് അക്സെപ്റ്റ് ചെയ്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നടക്കാൻ നല്ല നല്ല പടങ്ങൾ വരട്ടെ. ഇനി അങ്ങോട്ട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. എന്തായാലും നമുക്ക് കാലിന് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചോദിക്കുന്നവർക്ക് പറയാം, നീ ഇടത്തെ കാലം മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി വലത് കാലം കൊണ്ട് ഡാൻസ് കളിക്കും. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട്. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഡാൻസ് പഠിക്കുന്നില്ല. ഇതൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ് ആ കാലം കൊണ്ടുള്ള പരിപാടി. വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത ഈ കാലിന് റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത കാലം കൊണ്ട് നമ്മള് പറ്റും എന്നാണല്ലോ നമ്മൾ കമന്റിനകത്ത് പറയുന്നത്. ഈ കമന്റ് എഴുതുന്നവർക്ക് എന്തോ പ്രഷർ കൊടുക്കാനുള്ള? കമന്റ് എഴുതുന്നവര് ഇത് ഇനിയും തുടരുക, അവരെ നിർത്തരുത്. നിർത്തുമ്പോ നമ്മള് ഫീൽഡ് ഔട്ട് ആവും. കമന്റ് നിർത്താൻ പാടില്ല. കമന്റ് നിർത്തിയാൽ ഫീൽഡ് ഔട്ട് ആണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുവാണ്. നമ്മൾ അറിഞ്ഞു. മറ്റേ സോഷ്യൽ മീഡിയയില് നമ്മള് കിങ് എന്നല്ല, മനഃപൂർവ്വം ഈ കോമിക്ക് കാണിക്കുന്നത് ആക്ടിങ് ആണ്. മനഃപൂർവ്വം കാണിക്കുന്ന ആക്ടിങ് ആണ്. പക്ഷെ റിയൽ ലൈഫില് പരമ ഒരു ചെറ്റെന്ന് പറയാൻ പറ്റില്ല. പരമ ഒരു റിയൽ ലൈഫിൽ നല്ല മനുഷ്യനല്ല. നല്ല മനുഷ്യനല്ല റിയൽ ലൈഫിൽ. എല്ലാവർക്കും നല്ല മനുഷ്യനല്ലെന്ന് പറഞ്ഞാൽ ഈ ലേഡീസ്, ചില ലേഡീസിന് കാണുമ്പോ നമ്മള് നല്ല രീതിയിൽ എഫക്ട് കൊടുക്കും. നമ്മളെ മോശമായിട്ട് കാണുന്ന ലേഡീസിനപ്പോ നമുക്ക് ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കും. തീർച്ചയായിട്ടും. ഈ ദേഷ്യപ്പെടുമ്പം ലേഡീസ് എന്ത് പറയാറുണ്ട്?
റിയാലിസ്റ്റ് നമുക്ക് തെറി പറയാറുണ്ട്, പൊടി ഞാൻ പറയാറുണ്ട്. വലിയ രീതിയിൽ തെറി പറഞ്ഞാൽ ഞാൻ പോകില്ല. ഇപ്പൊ അതാ പറഞ്ഞ നോക്കിയത് ഇപ്പൊ ആ കാലമാണല്ലോ. ആ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ? ഈ ഇതുമായിട്ട് ഇതല്ല, റിവ്യൂ പറയുന്നതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ എത്ര വട്ടം കയറിയിട്ടുണ്ട്? പോലീസ് സ്റ്റേഷനിൽ 1-2 വട്ടം കയറിയിട്ടുണ്ടായി. ഏതൊക്കെ വകുപ്പ് ഏതൊക്കെയാ? ഇതൊക്കെ തന്നെയാണോ പെണ്ണുങ്ങൾ തെറി വിളിച്ചോ ഈ പറഞ്ഞ പോലെ? അല്ലല്ല, ഒരു പ്രാവശ്യം മറ്റേ ഈ ട്രാൻസ്ജെൻഡറിന്റെ വിവാദത്തിൽ അത് ഓക്കെ, അത് കയറി 1 പ്രാവശ്യം. പിന്നെ 2ാമത്തെ പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് ഒരു ഇറക്കി വിടുന്ന സംഭവം ഉണ്ടായപ്പോ ഓണറിനെതിരെ പരാതി കൊടുത്തായിരുന്നു. ഓ, അതിനും പോയി. അത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്തെ നിങ്ങൾ ഇതിനകത്ത് ഈ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഈ റിവ്യൂ പറയാൻ പാടില്ലെന്നും പറഞ്ഞ് പിടിച്ച് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അടി കിട്ടിയിട്ടില്ല. അല്ല അടി കിട്ടിയിട്ടുണ്ടോ? അല്ല അടിക്കാൻ പോയിട്ടുണ്ടോ? അല്ല അടിയൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചപ്പോ അങ്ങോട്ട് കൊടുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ട് ഇട്ടുണ്ടോ? ഞാൻ 1-2 കൊടുക്കുള്ളൂ. എനിക്ക് 1-2 കൊടുക്കാൻ പറ്റുള്ളൂ. 1-2 എനിക്ക് ഇങ്ങോട്ട് കിട്ടി, നീ അങ്ങോട്ട് 5-6 കൊടുത്ത്. അല്ല, എനിക്ക് 5-6 കിട്ടി, ഞാൻ 1 കൊടുക്കില്ല. അങ്ങനെ ഇടിയപ്പോ ഇഷ്ടം പോലെ ഇടി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നിന്നും കിട്ടി. കാരണം നമ്മളൊരു കൂട്ടുകാരെ നമ്മളെ ചതിക്കാൻ നോക്കി, അറിഞ്ഞായിരുന്നു? ഇല്ല, അത് ബ്രൈറ്റ് എന്ന് പറഞ്ഞ പുള്ളി, മമ്മൂക്കാന്റെ പണ്ടത്തെ ഒരു ഇഷ്യൂ വന്നപ്പോ പുള്ളിയുടെ ഫ്രണ്ട്സ് ആണ് നമുക്ക് ചതിച്ചത്. 6 ലോകം. കാരണം മറ്റേ ഈ ടർബോന്റെ ഒരു ഇറങ്ങിയപ്പോളേ ടർബോ കാണുമെന്ന് ഞാൻ കമന്റ് ഇട്ടപ്പോ കാണിക്കില്ല എന്നൊരു പറഞ്ഞു. അപ്പൊ മറ്റേ രാത്രി വെച്ചിട്ട് ഒരാള് ചോദിച്ച് നാളെ നീ വന്ന വെട്ടും പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ദേശത്തിൽ പറഞ്ഞതാ. മമ്മൂക്കയുടെ ദേശം നടന്നുവല്ലോ. അപ്പൊ മമ്മൂക്ക ഫാൻസ് കുറെ പേരൊക്കെ ഫൈറ്റ് ചെയ്യാനൊക്കെ മമ്മൂക്ക ബാപ്പ വിചാരിച്ചാൽ ഞാൻ തിയേറ്ററിൽ വരുന്ന പെട്ടെന്ന് രാത്രി കിടന്നുറങ്ങിയോ പറഞ്ഞു, അറിയാണ്ട് പറഞ്ഞു. ഇപ്പോഴും അതേപോലെ ഒരു സ്ഥാനം ഈ ബ്രൈറ്റനെ കൊണ്ട് പറയിപ്പിച്ചു. അത് വീഡിയോ ആക്കി, പക്ഷെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാക്കുമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ഒരു 25 പ്രാവശ്യം മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു. മമ്മൂട്ടി 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 മമ്മൂട്ടി. വലിയ ആളൊക്കെ തന്നെയാണ്, പക്ഷെ പേര് പറയുമ്പോഴേ പൊളിയില്ലേ. മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോ അത്രയ്ക്കും വലിയ ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ പുള്ളി അങ്ങനെ കളിയാക്കിയ രീതി പറയുമ്പോഴേ നമ്മളത് പറഞ്ഞാ നമ്മളൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു മറ്റേ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ വേറെ രീതിയിലൊക്കെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്താ കാര്യം പറഞ്ഞു മറ്റേ മമ്മൂക്കാന്റെ പണ്ടത്തെ സിനിമകളിലൊക്കെ കോമാളിത്തരം എന്ന് പറഞ്ഞു പെട്ടെന്ന്. അങ്ങനെ പറഞ്ഞല്ലോ, മമ്മൂക്കാന്റെ പണ്ടത്തെ സിനിമ കോമാളിത്തരമുണ്ട്. ഇപ്പൊ ഡീസന്റ് ആയിട്ടൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സിനിമകളിൽ കോമിക്കായിട്ടൊക്കെ ചെയ്തു. അതൊക്കെ ആൾക്കാർ ചിലര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില പടങ്ങൾ പൊട്ടിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞു ജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് വീഡിയോ വെക്കിയപ്പോ അവര് കുത്തിവെപ്പ് പിടിച്ചു. ഒത്തിരി പേര് പിടിച്ചോ? പോലീസ് വെച്ച് എടാ, ഇതിന്റെ ബൈറ്റോ മൊബൈലിലെ നെറ്റിലോ വന്ന നിന്റെ തല കാണില്ലെന്ന് പറഞ്ഞു. ദേശത്തിൽ പറഞ്ഞാണല്ല, കളയൊന്നുമില്ല. അത്ര ധൈര്യമൊന്നും എനിക്കില്ല. അപ്പൊ അത് പറഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പാടാ പുറത്തേക്ക് വെല്ലുവിളിച്ചപ്പോ നമുക്ക് ഇടിച്ചു തീർക്കാന്ന് പുറത്തേക്ക് വിളിച്ചു. അപ്പൊ ഇങ്ങനെ എനിക്കൊരു വെറൈറ്റി. അപ്പൊ അടുത്തേക്ക് വന്നപ്പോ ഞാൻ തെറി കൊടുക്കും. അടുത്തേക്കും തെറി പറഞ്ഞു. അതൊരു ഇടിക്കാൻ വിളിച്ച അടുത്ത് വന്നപ്പോ ഒച്ചെടുത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ചെയ്യുമ്പോ അടി കിട്ടാണ്ടിരിക്കും. മനസ്സിലായി? തെറി വിളിക്കണമല്ലോ, അല്ലെന്ന് പറയുന്നത് ആരും വിളിക്കരുത്. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് ഈ ഒരു പബ്ലിക് റോഡാണല്ലോ, ബ്ലോക്ക് വരെ ഉണ്ടായി. കാറും ബൈക്കും പോകാൻ വരെ ബുദ്ധിമുട്ടുണ്ടായി ബ്രൈറ്റ് കാരണം. ഞാൻ കണ്ടത് വീഡിയോ ഉണ്ട്. 1 മില്യനോ അങ്ങനെയൊക്കെ അടിച്ചില്ലേ ആൾക്കാർ കണ്ടു. മാത്രം അങ്ങോട്ടും കാണാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഞാൻ പിന്നെ മറ്റേ ഒരു ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരടുത്തേക്ക് കൂടുതൽ വന്നപ്പോഴേ കൂടുതൽ ചൊറിഞ്ഞോണ്ട് വന്നു. ഒരു ചവിട്ട് കൊടുത്ത് ഇത് പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞു ഇതരട്ടാന്ന് ചിലപ്പോ ഇടിച്ചെന്നോ എനിക്ക് തോന്നണം. ഈ ചവിട്ട് കൊടുത്തേന്നൊക്കെ പറഞ്ഞ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇടണോ? ചവിട്ടി അത് പറഞ്ഞോട് കുഴപ്പമില്ല. ചവിട്ടി തൊടയില്ലേ, തൊടക്കിട്ട് ചവിട്ട് കൊടുത്തു. പരിക്ക് പറ്റിയോ? ആർക്ക്? അവനിക്ക് ചെറുതായിട്ട് വേദനയ്ക്ക് അത്രയൊന്നും ഇല്ല. പക്ഷെ എന്നാലും മറ്റേ ആ ഒരു പറച്ചിലിനെ മനസ്സിലായ നമുക്ക് ഒരാള് നമ്മുടെ തന്നെ ഫോക്കസ് ചെയ്ത് പ്രശ്നം പണ്ടുണ്ടാക്കിയിട്ടുണ്ട് ചിലര്. പക്ഷെ അത് ആ ഒരു ലൈഫിൽ എങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുമ്പോഴോ ഓർത്തപ്പോഴാണ് ഈ ബ്രൈറ്റ്. പിന്നെ നമ്മുടെ വേറൊരു കൂട്ടുകാരുണ്ട്, നമ്മുടെ ആന്റണി ബാബു, ആർക്കന്റെ മാനേജർ. പുള്ളി ഇടക്കിടക്ക് കിട്ടുമല്ലോ. മനസ്സിലായി? ഈ ഹറാസ് ചെയ്യാനായിട്ട് വേറെ ആർക്കും ഈ അബ്നോർമൽ കണ്ടീഷൻ ഇല്ല.
അവർക്ക് ഈ അബ്നോർമൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ കിട്ടുവരും. ബ്രൈറ്റൻ ചില സമയത്തുണ്ട് ഈ അബ്നോർമൽ കണ്ടീഷൻ, കാരണം ഒന്നും ആകാത്തതിന്റെ ഫ്രസ്ട്രേഷൻ. ബ്രൈറ്റൻ എന്ന് പറഞ്ഞ വ്യക്തി ആയിട്ടുണ്ട്, ഡയറക്ടറാണ്. ഈ ആന്റണി ബാബു എന്ന വ്യക്തിയും ഒരു ഡയറക്ടറാണ് ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ. പുള്ളിയാണ് ആന്റണി ബാബു ആണ് മറ്റേ ആദ്യം ഷോർട്ട് ഫിലിമിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ആറാട്ടന്റെ വെള്ളിയാഴ്ച എന്ന ഷോർട്ട് ഫിലിം, അത് കഴിഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച ഹിറ്റ് ആകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രൈറ്റ് അലിയാട്ടർ ഡാൻസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റിന്റെ കൂട്ടുകാരനായിട്ട് വിനീതേട്ടനെ പരിചയപ്പെടുത്തുന്നത്. വിനീതേട്ടൻ ഉപദേശിക്കാറുണ്ട്, പക്ഷെ പുള്ളി ഈ ഫൈറ്റിലേക്കും ഈ അനാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതൊന്നും വരാറില്ല. ഇങ്ങനെ നടന്മാരുടെ പേര് പറഞ്ഞ് ഈ ബ്രൈറ്റിന് ഈ പ്രായത്തിന്റെ ആവേശമുണ്ട്. എന്നെക്കാളും 1-2 വയസ്സ് മുപ്പുള്ളൂ. എനിക്കിപ്പോ 23 ഉള്ളു. പുള്ളിക്ക് 26 ഉണ്ട് ബ്രൈറ്റിന്. സൂപ്പർ സ്റ്റാർ ആവും, അതാണ് പറഞ്ഞത് അല്ലെ? റിവ്യൂ സൂപ്പർ സ്റ്റാർ ആണോ സിനിമ സൂപ്പർ സ്റ്റാർ ആണോ? സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആണോ? ഇപ്പൊ റിവ്യൂ സൂപ്പർ സ്റ്റാർ എന്നാ പറയുന്നത്. ഭാവയില് മറ്റേ പടങ്ങളൊക്കെ വരുമ്പോ ആൾക്കാർ പറയട്ടെ, ജനങ്ങൾ പറയട്ടെ. കാരണം ഈ സൂപ്പർ സ്റ്റാർ വിളിയെന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത്, ഫൈറ്റിന്റെ പ്രശ്നമേ. ഫൈറ്റ് പറഞ്ഞത് നീ സൂപ്പർ സ്റ്റാർ അല്ല. ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാർ അല്ല, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ഒരു എന്താ പറയാ ഒരു അയ്യഭാവമാണ് ഞാൻ പറഞ്ഞു കൊടുത്തു വരാൻ. എന്താ സംഭവിക്കാനുള്ള നീ എവിടത്തെ സൂപ്പർ സ്റ്റാർ അതാ പറഞ്ഞത്. പിന്നെ തർക്കിക്കണം, ഇതാണ് തുടങ്ങിയത്, മനസ്സിലായത്. പിന്നെ ബിഗ് ബോസിൽ പോകൂല. ബിഗ് ബോസിൽ പോയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നഷ്ടം, ആൾക്കാർക്ക് നഷ്ടമില്ലല്ലോ, മനസ്സിലായോ? ബിഗ് ബോസ് എന്ന ഷോ ആൾക്കാരുടെ ഈ പബ്ലിക്കായിട്ട്. ബിഗ് ബോസിന്റെ അഭിപ്രായം എന്താ? ബിഗ് ബോസിനകത്ത് വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ എന്റെ ജനങ്ങളിൽ വിളിച്ചിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസിൽ പോവാൻ ഓക്കെ ആണോ? പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയാൽ പോവും, അങ്ങോട്ട് കൊടുത്ത് പോവില്ല. മാനേജർ ഉണ്ടോ? ആർക്ക്? എനിക്കാ? 2 പേരുണ്ട്. 2 പേര് മാനേജർ? അഭിലാഷ് ആട്ടായം പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ. 2 പേർക്ക് എത്ര കൊടുക്കുന്നുണ്ട്? ഡെയിലി 500-700 ഒക്കെ. വരുമാനം എവിടുന്ന? അത് സീക്രട്ട് വിഷയമാണ്. സീക്രട്ട് ഞാൻ പറഞ്ഞൊക്കെ നമ്മള് സ്വർണ്ണക്കടത്തോ മയക്കുമരുന്നൊന്നും അല്ല, ഡീസന്റ് ആയിട്ടുള്ള സംഭവം. അതാണ് ചോദിച്ചത്. ബിസിനസ് വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്ക് ഈ ബർത്ത്ഡേ വിഷയം കല്യാണ വിഷയം കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കുഴപ്പമില്ല, സമ്പാദ്യം കുറെ കാണും. ഡെയിലി ഇപ്പൊ ചില സമയത്ത് 9,000 രൂപ കിട്ടും ഒരു ദിവസം. ഓ വെരി ഗുഡ്. 9,000 രൂപ ഡെയിലി ട്രേഡ് ചെയ്താൽ പോലും നമുക്ക് കിട്ടില്ല. അപ്പൊ ചില സമയത്ത് 2 രൂപ 2,000 ആവും. അങ്ങനെ ഓരോ ദിവസം മാറി മാറി വരും. ഇപ്പൊ 9 പേര് ഓരോരുത്തർ 1000 രൂപ വെച്ച് അങ്ങനെ തന്നാണ് 9,000 ആവണം, മനസ്സിലായോ? 9 പേര് കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് മറ്റേ ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് തന്നെ ഇതിന് പൈസക്ക് വേണ്ടിയാണ് ശരിക്കും. പിന്നെ അതിനോട് ഞാൻ ഒരു ഓവറായിട്ട് ഒന്നും ചെയ്യണില്ല. ഇവര് വിഷ് ചെയ്യാൻ പറയുമ്പോ നമ്മൾ പേയ്മെന്റ് പറയും. ചില സമയത്ത് 1000 പറയും, 2000 പറയും. അപ്പൊ അങ്ങനെയാണ് പേയ്മെന്റ് ഇങ്ങനെ കൂടുന്നത്. ചില സമയത്ത് 12,000 വരെ ഒരു ദിവസം കിട്ടാറുണ്ട്. 12,000 വരെ? പ്രഭു ആണല്ലോ. അപ്പൊ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? 5-6 ലക്ഷം രൂപ ആണല്ലേ? 5,000 ഒന്നുമല്ല, അത് ചുമ്മാ മീഡിയക്ക് മുന്നേ പറയുവാണ്. 5,000 എന്തായാലും 2 ലക്ഷം രൂപ ബാലൻസ് കാണത്തില്ലേ? ഫാമിലി പരമായിട്ടുണ്ട്. ഫാമിലി പരമായിട്ടല്ല. അലൻ ജോസ് ഇപ്പം ഡെയിലി 10,000 രൂപ സമ്പാദിക്കുമ്പോ ഒരു 10 ദിവസം 2 മാസമായിട്ടുള്ള 2 മാസം ചെലവുണ്ട്. 2 ദിവസം 60 ദിവസമായി. 1000 രൂപ 60,000 രൂപ ചെലവുണ്ട്. നമുക്ക് 10,000 രൂപ തീർക്കുക. ചെലവുണ്ട്, എക്സ്പെൻസാ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന അലൻ ജോസ് പെരേരയാണ്. അടുത്ത സിനിമയൊക്കെ ഇറങ്ങാൻ പോവാണ്. പിന്നെ 2-3 ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോകുന്നത് എന്തൊക്കെയാണ് പറയും? ഇപ്പൊ ബ്ലഡി നൈറ്റ് ഇറങ്ങിയായിരുന്നു. പിന്നെ ഇപ്പൊ യുദ്ധം എന്ന് വർക്ക് ഇറങ്ങിയായിരുന്നു. യുദ്ധം ആരെ വല്ലോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കോ ഇല്ലേ, അതിനൊക്കെ ഏകദേശം കണക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് കോടികൾ ബഡ്ജറ്റ് തോന്നുന്നു. പിന്നെ ലോട്ടറി ടിക്കറ്റ് എന്ന ഷോർട്ട് ഫിലിം. ലോട്ടറി ടിക്കറ്റും കോടികളാവും. അങ്ങനെ 2 ഷോർട്ട് ഫിലിം ഇറങ്ങും. അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും അല്ലേ? ഫെബ്രുവരി മാർച്ചിൽ ഇറങ്ങും. കുറച്ച് സാമ്പത്തികമായിട്ട് കോടികളുടെ ഒരിതുണ്ട്. അപ്പൊ എന്തായാലും അലൻ ജോസിന്റെ അടുത്ത കല്യാണം അവിടെ തന്നെ കാണും പ്രതീക്ഷിക്കുന്നു അല്ലെ? ജൂലൈ 4 ഉണ്ടാവും. ജൂലൈ 4 പിന്നെ നമ്മുടെ വിനീതേട്ടന്റെ ജൂലൈ 4 പ്രധാനപ്പെട്ട ഡേ ആയിരുന്നു. അപ്പൊ അതേപോലെ ജൂലൈ 4 മുമ്പേ കല്യാണം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മളുള്ള നമ്മുടെ അലൻ ജോസ് പെരേര എല്ലാവർക്കും അറിയാം. സുബജാന ഇടംകാലം കൊണ്ടുള്ള ഡാൻസ് കളിച്ച് അമ്മാനമാടി തിയേറ്ററൊക്കെ ഇളക്കി മറിച്ച് തെറിവിളി എല്ലാം കേട്ടൊക്കെ പുഷ്പം പോലെ നിഷ്പ്രയാസം പിന്നെ കമന്റിന് ഒരു വക വെക്കാതെ വീണ്ടും പോയി അലൻ ജോസ് വീണ്ടും എത്ര ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും വീണ്ടും ഇടിച്ചു കയറി അവിടെ പോയി സംസാരിക്കുകയും ഇടിച്ചു കയറിയ ഇടംകാലം കൊണ്ടുള്ള ഡാൻസ് കളിക്കുകയും ചെയ്ത് നമ്മുടെ അലൻ ജോസ് പെരേര. നാണക്കേട് വിഷയമൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഒരു സംഭവം വെച്ചാൽ തിയേറ്ററിൽ ഡാൻസ് ചെയ്യാത്തതെന്നറിയോ? ഇപ്പൊ പുറത്ത് സ്റ്റേജ് കിട്ടുന്നുണ്ട്.
ആ പിന്നെ എങ്ങനെ തിയേറ്റർ ഡാൻസ് കളിക്കത്തെ ഈ ഡാൻസ് പല ആൾക്കാരും പല ഈവന്റിനും വിളിക്കുന്നുണ്ട് അല്ലേ? ഈവന്റ് കല്യാണത്തിൽ ഡാൻസ് കളിക്കും. കല്യാണത്തിന് ഡാൻസ്, പിന്നെ ഈ സിനിമാക്കാരുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, ടൈറ്റിൽ ലോഞ്ച് ഒക്കെ അവിടെ കളിപ്പിക്കും. പിന്നെന്താ ഈ ഉദ്ഘാടനം വരും നടിമാരുടെ, ഹണി റോസ് ഒക്കെ പേര് പറയല്ല, അവരൊക്കെ എനിക്ക് അറിയാം, എന്നെ അറിയാം അവർക്ക്. അവരെന്റെ പണി വെക്കാൻ സാധ്യത കുറവ്, കാരണം അവർക്ക് ഒരു അനിയനെ പോലെ കാണുന്നു. അപ്പൊ അവര് ഉദ്ഘാടനം കഴിഞ്ഞ് പോകും. അപ്പൊ ഒരു എന്റർടൈനർ എല്ലാരും പോകുമ്പോഴാണോ അതോ ആളുള്ളപ്പോഴാണോ? ഈ നടി പോകുമ്പോ, കാരണം നടിയുടെ മുമ്പ് വെച്ച് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നടി പോകും, കാരണം കഴിഞ്ഞ ദിവസം അതിഥിരിവ് ഇത് ഫ്രീ സർവീസ് അല്ലേ, ഇത് ചെയ്യുമ്പോ നമുക്ക് ഓരോ പുതിയ പുതിയ പ്രോഗ്രാം വരും നമുക്ക്. അപ്പം ഇപ്പൊ ലാസ്റ്റ് ഡാൻസ് കളിച്ചെന്നാ ലാസ്റ്റ് അതിഥിരവിയുടെ ഒരു ഉദ്ഘാടനം തൃശ്ശൂർ ഉണ്ടാവും. തൃശ്ശൂര് മറ്റേ മീഡിയക്കാർ നീലക്കുയില് നിയാസായിട്ട് കൊണ്ടുപോകണല്ലേ, AC കാറിൽ നീലക്കുയില് പോകുന്നുണ്ടോ അതിന്റെ കൂടെ സെറ്റ്. അപ്പൊ ഇനിയും പല ഉദ്ഘാടനത്തിലും നമുക്ക് ഡാൻസ് തിയേറ്ററിൽ ഡാൻസ് കാണാത്തത് നമുക്ക് ഉദ്ഘാടനത്തിന് ഡാൻസ് കളിക്കുന്നുണ്ടാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ അലൻ ജോസ് പെരേര നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ സിംഗറിന്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറ്റി കേട്ടോ, ദേവസി അറിയോ? സ്റ്റീഫൻ ദേവസി മിഷേലിന്റെ കല്യാണത്തിന് ഞാൻ വിളിക്കാണ്ട് പോയതാ. അപ്പൊ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ സ്റ്റീഫൻ സാർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അലിൻജി കയറി വന്നു. അപ്പൊ എന്നിട്ട് ഡാൻസ് ചെയ്തു പുള്ളി. അപ്പൊ പുള്ളിക്കൊപ്പം ഡാൻസ് ചെയ്തപ്പോ ഒരുപാട് പേര് നല്ല തെര വിളിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഇടയില് കമന്റ്സ് വന്നത് മറ്റേ എന്താ പറയാ, ഒരു നാൾ ഈ പുള്ളി ബിഗ് സ്ക്രീനിൽ വരും, ഇനിയിപ്പോ അമ്മയെല്ലാം വരും എന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷം നടക്കട്ടെ, അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹം പോലെ നടക്കട്ടെ. അന്നേരം നമ്മളോട് ഇപ്പൊ ഉണ്ടായിരുന്ന ഞാൻ വൈനപ്പ് ചെയ്തല്ലോ, നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം? ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അസോസിയേഷൻ. അപ്പൊ അതില് നമ്മള് മറ്റേ ഉള്ളില് കയറാൻ പറ്റില്ലെന്ന് അറിയാം, ഫംഗ്ഷന് പോകുമ്പോഴേ പാസ് വേണമല്ലോ, കാരണം ആർട്ടിസ്റ്റും അവരുടെ മെമ്പറിന് മാത്രമേ കയറ്റുള്ളൂ. പക്ഷെ എങ്കിലും എന്നെ കയറ്റായിരുന്നു, കാരണം ഈ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇല്ലേ, ഈ എന്താ പറയാ ഫുഡിന്റെ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അമ്മയിൽ മെമ്പറാണോ? ആണോ? അല്ല, ഫുഡ് വ്ലോഗേഴ്സ് ഒക്കെ മെമ്പർമാരാണോ ശരിക്കും? അവര് കേറുന്നത് മീഡിയ ആണല്ലേ? ഫുഡിന്റെ ആൾക്കാർ പറഞ്ഞാൽ അവര് കേട്ടുന്ന നമ്മുടെ ഈ ഫുഡിന്റെ ആൾക്കാർ. മറ്റേ എനിക്ക് പാസ് കിട്ടിയതാ, ഒരു ടാഗ് എനിക്ക് തന്നു. പക്ഷെ ടാഗ് ഇട്ട് കയറിയപ്പോ അവിടുത്തെ ബൗൺസർ തടഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാൽ ലാലേട്ടന്റെ മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല, നാണക്കെടാന്നൊക്കെ പറഞ്ഞു. ഓഹോ, അത്രയ്ക്കൊക്കെ ഉണ്ടോ? മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആരാന്ന് അറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത്, അതോ ചുമ്മാ പറയാന്ന്? അല്ല, അവര് ബൗൺസർ പറഞ്ഞത് ഇങ്ങനെ ടാഗ് ഇട്ട്. ഒരു സംവിധായകൻ തന്നെയാണ്, പേര് പറയുന്നില്ല പുള്ളിയുടെ, പക്ഷെ പുള്ളി തന്നെ അവസരം മറ്റേ പുള്ളി കമ്പയർ ചെയ്യുമ്പോ മോഹൻലാലിന്റെ മമ്മൂട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമ്പയർ ചെയ്യണല്ലോ നിങ്ങൾ, ഈ ടോക്സ് അവര് പറഞ്ഞോണ്ടാണ് ഞാൻ പറയുന്നത്. ഡയറക്ടർ മമ്മൂട്ടിക്ക് താങ്കളെ കാണുമ്പോ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. ആൾക്കാർ കളിയാക്കുന്ന ഇഷ്ടമാണോ? ആൾക്കാർ ഒരു കളിയാക്കുന്ന ഇഷ്ടമാണോ എന്ന് വെച്ചാൽ, പിന്നെ കളിയാക്കുന്ന എന്ന് വെച്ചാല് കളിയാക്കുന്നോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അവരങ്ങനെ ആ രീതി കളിയാക്കിയതാണെങ്കിലും കളിയാക്കാന്നറിയില്ല, എന്തായാലും മറ്റേ നമുക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത് കളിയാക്കുന്നത് കണ്ട് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളെ മറ്റേ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അവർക്ക് താല്പര്യപ്പെടാനുണ്ടാവൂല. കാരണം ഈ അമ്മയുടെ പ്രോഗ്രാംസ് ഒഴിച്ചില്ലേ ബാക്കി എല്ലാ സിനിമ പ്രോഗ്രാംസിലും ഞാൻ പോകുന്നുണ്ട്, അവര് എന്നെ കയറ്റുന്നുണ്ട് മിക്കതും. പക്ഷെ അമ്മയുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പോ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലൊന്നും നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നാള് ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡിൽ എന്നെ കൊണ്ടുവരുന്നു, റിഹേഴ്സൽ ക്യാമ്പിൽ എന്നെ കൊണ്ടുവരുന്നു. കാരണം അതിലൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു. പക്ഷെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തു, പക്ഷെ എന്തോ കാരണത്താണ് മറ്റേ സ്കിറ്റില് മമ്മൂക്കാന്റെ പരാമർശിച്ച ഒരു സ്കിറ്റില് ഉൾപ്പെടുത്തിയപ്പോ ആ ഒരു ടീമിന്റെ ഒരു സീൻ തന്നെ എടുത്തു മാറ്റി. അല്ലാണ്ട് എല്ലായിടത്തും അക്സെപ്റ്റൻസ് ഇല്ലെന്നല്ല. മനസ്സിലായി, ചിലയിടത്തേക്ക് നമുക്ക് എൻട്രി ഉണ്ട്, ചിലയിടത്ത് എൻട്രി ഇല്ല. ഇപ്പൊ അമൃത ടിവിയിൽ ഒരു ഷോ ചെയ്തിരുന്നു, മറ്റേ കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ ചെയ്തിരുന്നു, രാജാവായിട്ട്. അങ്ങനെ ഒരുപാട് ഇപ്പൊ സി കേരളത്തിലേക്ക് ഒരു ഷോ ഒരു തന്നെ വിളിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇപ്പൊ അടുത്ത ഷോർട്ട് ഫിലിം വിനീതിന്റെ വരുന്നുണ്ട്, അതിനകത്ത് ആരാ ഹീറോ? ആരാ? വിനീത് ഷോർട്ട് ഫിലിം, വിനീതിന്റെ ഷോർട്ട് ഫിലിം വരുന്നത് ഹീറോ ഫ്രീക്ക് ഡാൻസ് അല്ലേ? ഫ്രീക്ക് ഡാൻസ് ആണ് അതിന്റെ പേര്. അല്ലെ ഹീറോ എനിക്കറിയില്ല, പുള്ളി കൊണ്ടുവരാന്ന് പറഞ്ഞു. പ്രതീക്ഷയുണ്ട് അല്ലേ?
വിനീതിനെ കുറിച്ച് നല്ല നല്ല ഡയറക്ടറാണ്. പക്ഷെ പണ്ടത്തെ വിവാദങ്ങളെ പേടിച്ച് ഞാൻ ചെയ്യാണ്ടിരിക്കില്ല. ഒരുപാട് പേര് വിനീതന്റെ വർക്ക് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മള് നമ്മുടെ ഒപ്പം നിർത്തുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യും. പക്ഷെ ബ്രൈറ്റിനെ പോലത്തെ കള്ളന്മാരുടെ പോയി വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം ബ്രൈറ്റ് എപ്പോഴും വിനീതനൊപ്പം ഉണ്ട്. പക്ഷെ ഈ ഫ്രീഗ്രാൻസ് സെറ്റിൽ വന്ന് അനങ്ങാണ്ടിരുന്നാൽ കുഴപ്പമില്ല. കിട്ടും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള നല്ല അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എത്രയും വേഗം. അപ്പൊ എന്തായാലും ഇതിലും പറയാനുണ്ടല്ലേ, എന്താ പറയുക, നമ്മളെ കാണുന്ന പ്രേക്ഷകർ ചിലപ്പോ കോമളിയായിട്ട് ചിലർ കാണുന്നുണ്ടാവും. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ പക്ക ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്, ദേഷ്യക്കാരനാണ് ചില സമയത്ത്. പിന്നെ പക്ക എന്താ പറയാ ജെന്റിൽമാനെ പോലെയൊക്കെയാണ് ഞാൻ നടക്കുന്നത് പലപ്പോഴും. നീറ്റ്നെസ് ആയിട്ട് വസ്ത്രം ധരിക്കുക കാര്യങ്ങൾ. പക്ഷെ അത് പലർക്കും വർക്കൗട്ടായി പോകുന്നില്ല. ഇപ്പൊ പല പല നടിമാരെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. വൾഗറായിട്ട് പല നടിമാരും വേഷം ഇടുമ്പോൾ പല വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതേപോലെ ഒന്നും നമ്മള് ആ ഒരു രീതിയിൽ വരുന്നില്ലല്ലോ. ആണുങ്ങളുടെ ആയിട്ടൊരു കൾച്ചറേ. ആണുങ്ങളിലും പലരും വസ്ത്രധാരണയിൽ മോശമായ രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ചില താടിയും മുടിയൊക്കെ നിർത്തി വളർത്തുന്നവരും എല്ലാരും നല്ലവരല്ല. താടിയും മുടിയും നീട്ടി വളർത്തിയവരൊക്കെ പന്നലാണെന്ന് പറയുന്നത്. താടിയും മുടി നീട്ടി വളർത്തിയവരൊക്കെ പന്നലായിട്ടാണോ പറയുന്നത്? അല്ലെ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ കൂടെ നടക്കുന്നത് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയവരുടെ കൂടെയൊക്കെ നടക്കും. ഞാൻ പറഞ്ഞതേ ഇപ്പൊ കാലത്ത് വസ്ത്രദാനത്തെ കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടിമാരൊക്കെ കുറച്ചുകൂടിയൊക്കെ നന്നായി പോകുന്ന എനിക്ക് തോന്നുന്നു. അവരവരുടെ ചോയ്സ് അല്ലേ വസ്ത്രധാരണം. നമ്മൾ ഇങ്ങനെ പറഞ്ഞ നമ്മളെ മൈൻഡിൽ കാണുന്നുണ്ടല്ലേ. കാരണം ഇങ്ങനെ വൾഗറായിട്ടൊക്കെ വസ്ത്രം ധരിക്കുന്നോണ്ടാണല്ലോ അവര് ഇങ്ങനെ ആ ഒരു കമന്റ് ഒക്കെ വരുന്നത്. ഗോവ ബീച്ച്, മുംബൈ ബീച്ച്, മറീന ബീച്ച് അവിടെയൊക്കെ പോകാറുണ്ടോ? വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാണുന്നതിന് കുഴപ്പമില്ല. നമുക്ക് വസ്ത്രം ധരിക്കും ഭയങ്കര പ്രശ്നമാണ്. ഫോൺ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ?